ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാമാണ് ബീഫ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇരട്ടിയൊക്കെ എടുക്കും, ആൾക്കാർ നമുക്ക് വീട്ടിൽ എത്ര വേണ്ടോ അതനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ പൊടി ഒന്ന് ചൂടാക്കി എടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മസാലയൊന്നും വേണ്ട. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമേ. 2 ടീസ്പൂണ് നമ്മുടെ മീറ്റ് മസാല ഉണ്ടല്ലോ അതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് നല്ലപോലെ വേണ്ടുന്നവരാണെങ്കിൽ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും ബാക്കി 1.5 ടീസ്പൂൺ ആ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ആദ്യമേ. നമുക്ക് ഇതിപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി വെച്ചിരിക്കുവാണെങ്കിൽ പിന്നെ മീറ്റ് മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നല്ലൊരു മണവും വരുവേ. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാമേ. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പൊടിയിലൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഓഫ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാട്ടോ അത് കഴുകി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകുകയൊക്കെ ചെയ്യും കേട്ടോ. അതിലേക്ക് ഒരു 2 ചെറിയ സവാളയാട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു അല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ തേങ്ങാക്കൊത്ത് വേണ്ടാത്തവർക്ക് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നമ്മുടെ ബീഫിൻ്റെയൊക്കെ കൂടെ തേങ്ങാക്കൊത്ത് കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ എടുക്കുമ്പം എരിവിൻ്റെ നോക്കി തന്നെ വേണം കേട്ടോ കുരുമുളകൊക്കെ എടുക്കാൻ. കാരണം നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയുടെ എരിവ് വരും, അതെല്ലാം നോക്കിയാണ്. ഞാനിപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലിയായിരുന്നു ചേർത്തിരുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് നമുക്ക് വിസിലടുപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഒരു 10 മിനിറ്റ് സമയമൊക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ എടുത്താലും മതി. ഇതിലേക്ക് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോ നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും നമുക്ക് വിസിലടിക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതൊരു 8 വിസിലടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 6 വിസിൽ, ചിലർക്കൊക്കെ 10 വിസിലൊക്കെ അടിക്കേണ്ടി വരും. അത് ഓരോരുത്തർ കിട്ടുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു 6-7 വിസിൽ വരെയൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കാം കേട്ടോ. നമ്മൾ അത്രയും വിസിലടിച്ച് വെച്ചിരുന്നതായിരുന്നു. അഥവാ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും 2 വിസിലും കൂടെയൊക്കെ അടിച്ചു കൊടുക്കണേ. എന്നിട്ട് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അതൊക്കെ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിലേക്ക് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അതിലേക്ക് നമുക്ക് ബാക്കി മസാലയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി എടുത്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ ആദ്യമേ എടുത്തിരുന്ന സവാളയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് സവാളയും കറിവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആയി പോകണ്ട കേട്ടോ. കാരണം നമ്മൾ ഇതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഫ്രൈ ആയി വരുമ്പോൾ നല്ല ഇതുമായിട്ട് ചേർന്ന് വന്നോളൂ. ഇതിനകത്തോട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ ചെറിയ തീയിലിട്ട് ഇളക്കി നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ ഉപ്പോ എരിവോ മസാല ഇതൊക്കെ നമുക്ക് നമ്മുടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പിന്നീട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മീറ്റ് മസാല ആയിരുന്നല്ലോ ആദ്യമേ ഇട്ടിരുന്നത്. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം. ഇനി ഞാൻ പറഞ്ഞാൽ ചെറിയ തീയിലിട്ട് നല്ലപോലെ ആ ഗ്രേവി എല്ലാം പറ്റി എല്ലാം കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. ഇപ്പം ഞാൻ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലേക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എണ്ണ നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഒഴിച്ച് ആദ്യമേ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് വെച്ചിരിക്കാം. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ നല്ല കളർ മാറി വരും കേട്ടോ. ഒരു ബ്ലാക്ക് കളറിലോട്ട് വരും. അത് കുറച്ച് സമയം ചെറിയ തീയിലിട്ടപ്പോൾ നമ്മളൊക്കെ സ്റ്റൗവിലാണല്ലോ ചെയ്യുന്നത്. അടുപ്പിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ചെറിയ തീയില കണലിൽ കിടന്ന് നല്ലപോലെ കളർ മാറി വരും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ലാസ്റ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു നുള്ളും കൂടെ ഞാൻ ആ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അത്രയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ബൈ.